നമസ്തേ, പ്രീതാസ് ഗലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴത്തിൻ്റെ സ്നാക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ പഴത്തിൻ്റെ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പഴത്തിൻ്റെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. പിന്നെ പഴം എത്രത്തോളം പഴുക്കുന്നോ അത്രത്തോളം നല്ലതാണ് നമ്മുടെ സ്നാക്കിന്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ ഫ്രൈ ചെയ്യണ പോലെ ഗോൾഡൻ കളറിലൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പം കാഷ്നട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിൽ കുറച്ച് റേസിൻസ്, ഒരുപാടൊന്നും വേണ്ട, ഇതുപോലെ കുറച്ച് റേസിൻസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. റേസിൻസൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് ഈ പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഈ സെയിം നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ, ആ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം പഴം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പഴം നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവണം, നന്നായിട്ട് ഉടച്ച് ചേർക്കണം. അതിനനുസരിച്ചിട്ട് വഴറ്റിയെടുക്കണം. ഇനി നിങ്ങൾക്ക് പഴത്തിൻ്റെ പഴുപ്പ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല. ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടില്ലേ, ഉടച്ച് ചേർക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. ഞാനിതാ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. തേങ്ങ ഇട്ടതിന് ശേഷം തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇട്ട് വഴറ്റണ്ട. ആ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 1/4 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ശർക്കരപ്പൊടി ആകുമ്പോൾ കല്ലൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പൊടിയാവുകൊണ്ട് വെള്ളമില്ലല്ലോ, അല്ലെങ്കിൽ ശർക്കരയാണെങ്കിൽ പാവ് കാച്ചിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ കല്ലൊക്കെ ഉണ്ടാകുമ്പോൾ അരിച്ച് ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ പൊടിയാവുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിക്നെസ് നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച കാഷ്നട്ട് ഉണ്ടല്ലോ, അത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സിപ്ലോ കവറിൽ വെച്ചിട്ട് ചപ്പാത്തി കോലുകൊണ്ടൊന്ന് അടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടിച്ച് വെച്ച കാഷ്നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അവിടെ ഫ്രൈ ചെയ്ത് വെച്ച റൈസിൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിട്ടതിന് ശേഷം നേരൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കാവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ അവലൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് യോജിച്ച് കിട്ടുകയും ചെയ്യും. ഇപ്പം ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഏലക്കാപ്പൊടി ഇട്ടതിന് ശേഷം നേരൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഏലക്കാപ്പൊടിയൊക്കെ ഈ പഴത്തിൻ്റെ മിക്സിൽ നേരെ മിക്സ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇനി ഇത് തണുക്കുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരു ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടുന്ന് മാറ്റി വയ്ക്കാം. പിന്നെ അതാ ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അത് അതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളുടെ പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടച്ചാൽ ആ ഷേപ്പിൽ ആക്കി എടുത്തോളൂ. ട്രയാങ്കിളോ റൗണ്ടോ റെക്റ്റാങ്കിളോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇപ്പം ഞാനതാ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇത് ഒന്നാക്കിയെടുത്തില്ലേ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഈ ഷേപ്പിലാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ആ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ആ 2 പഴം കൊണ്ട് എനിക്ക് 15 സ്നാക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഓരോ സ്നാക്കും നമ്മളിപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ, ആ മുട്ടയിലൊന്ന് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. മുക്കിയെടുത്തതിന് ശേഷം
നമ്മുടെ കോൺഫ്ലേക്സ് പൊടിച്ചതിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. സാധാരണ നമ്മൾ കോൺഫ്ലേക്സിലും മറ്റേ ബ്രെഡ് ക്രംസിലൊക്കെ പൊതിഞ്ഞെടുക്കണില്ലേ, അതേപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇപ്പോൾ അതാ ഞാൻ ഒരുവിധം എല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, കുറച്ച് മതി. 1 ടേബിൾ സ്പൂണൊക്കെ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ പാനൊന്ന് ചുറ്റിച്ചിട്ട് എല്ലാ ഭാഗത്തും എണ്ണ ആവുന്ന തരത്തിൽ പാൻ ഇതുപോലെ ഒന്ന് ചുഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മളിപ്പോൾ അതാ ഉണ്ടാക്കി വെച്ച സ്നാക്കില്ലേ അത് ഓരോന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. മുഴുവനായിട്ടും 15 കിട്ടിയിട്ടുണ്ട്. മുഴുവനായിട്ടും ഇതിൽ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ഇതാണ്ടില്ലേ, ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് നമുക്ക് ഫ്രൈ ആവേണ്ടെന്ന് ആവശ്യമില്ല, കാരണം എല്ലാം ഓൾറെഡി കുക്ക് ചെയ്തതാണ്. ആ കോൺഫ്ലേക്സ് ആ മുട്ടയിൽ മുക്കിയതില്ലേ അതൊന്ന് കളറ് മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 2 സൈഡും നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റിയും എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പഴത്തിൻ്റെ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.